ഭാഗമാണ്. അതിൻ്റെ പിന്നിലെ ഉദ്ദേശം വീണ്ടും അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ അവർക്ക് ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യനാലുള്ള മാനം കൊടുക്കേണ്ടത് ആവശ്യമെന്നുള്ള രഹസ്യം മനസ്സിലാക്കിയ ഒരു രാഷ്ട്രീയ തന്ത്രമല്ല എൻ്റെ പിന്നിലുള്ളത്. കർത്താവ് 3 രഹസ്യങ്ങളാണ് സഭയെ ഏൽപ്പിച്ചത്. 1 രഹസ്യ പ്രാർത്ഥന, 2 രഹസ്യ ഉപവാസം, 3 രഹസ്യമായ ദാനം. ഇതൊക്കെയും സ്വർഗത്തിലെ ദൈവം രഹസ്യത്തിൽ കണ്ട് പ്രതിഫലം തരുമെന്നുള്ള വാഗ്ദത്തത്തിന് വിരുദ്ധമായി നമ്മൾ ഈ ലോകത്തിലെ മനുഷ്യരെ നമ്മുടെ സ്റ്റേജുകളിലേക്ക് വിളിച്ച് അവരുടെ സ്വർഗത്തിലെ ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു പ്രിയമുള്ളവരെ, ഒരുവൻ പണം കൊടുക്കുന്നുവെങ്കിൽ മറ്റൊരുവൻ അതിന് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി അവൻ്റെ ജീവനല്ലേ കൊടുക്കുന്നത്? പണവും ജീവനും ഒരു ത്രാശിൻ്റെ തട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഏതിലായിരിക്കും വില കൂടുതൽ? കർത്താവിൻ്റെ വേലയ്ക്ക് തടസ്സം പണമല്ല. കർത്താവിൻ്റെ വേലയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് സമർപ്പിക്കപ്പെട്ട ദൈവദാസന്മാരുടെ കുറവാണ്. അങ്ങനെയെങ്കിൽ ഒരുവൻ ആയുധം സൂക്ഷിക്കുകയും മറ്റൊരുവൻ യുദ്ധത്തിന് പോവുകയും ചെയ്യുമെങ്കിൽ യുദ്ധത്തിന് പോകുന്നവൻ്റെ ജീവനാണോ വില? ആയുധം അദ്ദേഹത്തിൻ്റെ വസ്ത്രം സൂക്ഷിക്കുന്നവൻ്റെ ജീവനാണോ കൂടുതൽ വാല്യൂ നിങ്ങൾ കൊടുക്കുന്നത്? മൂന്നാമതായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, സംഗീത ഉപകരണങ്ങളുടെ വിശാലമായ ഒരു നിര തന്നെ നമ്മുടെ കൺവെൻഷൻ ഗ്രൗണ്ടുകളെ നിറയ്ക്കുന്നു. അതിശക്തമായ മൈക്ക് സെറ്റുകളും അവിടെ നിറയുന്ന കാരണത്താൽ സംഗീത ഉപകരണങ്ങൾക്ക് പല വിധത്തിലുള്ള വികാരങ്ങൾ മനുഷ്യനിൽ ഉണർത്തുവാൻ കഴിയും. സങ്കടവും സന്തോഷവും ഒക്കെ മനുഷ്യനിൽ സംഗീതത്തിൻ്റെ താളത്തിൽ ഉയർന്നു വരുമ്പോൾ മനുഷ്യനിലുണ്ടാകുന്ന ചില വികാര പ്രകടനങ്ങളല്ലേ നമ്മൾ പറയുന്ന പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്നത്. എന്നാൽ ആദിമസഭയിൽ അപ്പോസ്തലന്മാരാൽ അവർ മർക്കോസിൻ്റെ മാളികയിൽ കൂടിയിരിക്കുമ്പോൾ യാതൊരുവിധ ഉപകരണങ്ങളോടില്ലായിരുന്നു. അവർ കർത്താവിൻ്റെ വാഗ്ദത്തത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ആത്മാവിന് വേണ്ടിയിട്ട് ആത്മദാഹത്തോടെ ഇരുന്നു. അതുകൊണ്ട് അവർ ശക്തി ലഭിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം പ്രാപിച്ചവരായി ധൈര്യത്തോടെ വചനം പ്രസ്താവിച്ചില്ലേ? എന്നാൽ ഞാൻ ചോദിക്കുന്നു, പാട്ടുപാടി ആത്മാവിലാകുന്നവർ പാട്ട് കഴിയുമ്പോൾ ആത്മാവ് വിട്ടുപോയതുകൊണ്ടല്ലേ അവർക്ക് ക്രിസ്തുവിനെ ധൈര്യത്തോടെ സാക്ഷിക്കാൻ കഴിയാത്തത്? ഓരോ വിശാലമായ പാട്ടുകൾ പാടി അവർ ആത്മാവിലാകുന്നു. അതിനുശേഷം പാട്ട് കഴിയുമ്പോൾ ഒരുവൻ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവനെ കാണുമ്പോൾ, ബ്രദറെ, നോർത്ത് ഇന്ത്യ കഷ്ടങ്ങളാണോ, പീഡകളാണോ, ദുഃഖങ്ങളാണോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസനെ തൻ്റെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് പാകിസ്ഥാനിൽ വെടിവെച്ച് കൊല്ലുവാനിടയായിത്തീർന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ അദ്ദേഹം ദൈവത്താൽ മാനിക്കപ്പെടുകയായിരുന്നു, ദൈവത്താൽ ശപിക്കപ്പെടുകയായിരുന്നോ ചെയ്തത്?